നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലോകം ഇതുവരെ കാണാത്ത മാമാങ്കത്തിനാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ ഒരുങ്ങുന്നത്. അതെ, ഖത്തറിൽ ലോകകപ്പ് ആരംഭിക്കുമ്പോൾ കുതിക്കുക ഗൾഫ് രാഷ്ട്രങ്ങൾ തന്നെ. ഗൾഫ് രാജ്യങ്ങൾ വളരെ ഏറെ ആവേശത്തിലാണ്. ഖത്തറിൽ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ആരംഭിക്കാൻ പോകുന്നത് തന്നെയാണ് ഇതിന് കാരണം. ചെറിയ രാജ്യമായ ഖത്തറിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നു എന്നതും മറ്റൊരു യാഥാർത്ഥ്യം. അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഫുട്ബോൾ ആരാധകർ ഖത്തറിലേക്ക് ഒഴുകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. സർവ്വ മികവും ഉപയോഗിച്ചാണ് ഖത്തറിന്റെ അണിഞ്ഞൊരുക്കം എന്നതും ശ്രദ്ധേയം. GCCയിലെ 6 രാജ്യങ്ങളും വരാനിരിക്കുന്ന ഒരു മാസക്കാലം വരുമാന വർധനവിന്റെ അവസരം കൂടിയായി കണ്ടുകൊണ്ട് ഇതിനായി വിവിധ പദ്ധതികളും തയ്യാറാക്കി കഴിഞ്ഞു. അങ്ങനെ സൗദി അറേബ്യ ഇതിന്റെ ഭാഗമായി ഒരുങ്ങിയിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ വലിയ പദ്ധതികളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഖത്തർ ലക്ഷ്യമിട്ടെത്തുന്നവരെ തങ്ങളുടെ രാജ്യത്തേക്ക് ആകർഷിക്കുക എന്നതാണ് പ്രധാന ഘടകം. ഇതിനായി പുതിയ പദ്ധതിയും സൗദി അറേബ്യയും UAEയും ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു. ഖത്തറിലേക്കുള്ള വിമാന സർവീസുകൾ കാലയളവിൽ എല്ലാ രാജ്യങ്ങളും വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. സൗദി അറേബ്യയിൽ നിന്ന് ആഴ്ചയിൽ ഖത്തറിലേക്കുള്ള വിമാന സർവീസ് 240 എണ്ണമായി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഖത്തറിലേക്കുള്ള യാത്രാ നടപടികൾ എളുപ്പമാക്കിയിരിക്കുകയാണ് സൗദി അറേബ്യ. നിലവിൽ ആഴ്ചയിൽ 6 വിമാന സർവീസുകളാണ് കാണുവാൻ സാധിക്കുക. ഇതാണ് 240 ആക്കി ഉയർത്തിയിരിക്കുന്നത്. സൗദിയിലെ ടൂറിസം മേഖലയ്ക്ക് ഉയർച്ച ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഭരണകൂടം ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടത്. ഹോട്ടൽ താമസത്തിന് ചുരുങ്ങിയ നിരക്ക് ഈടാക്കാനാണ് തീരുമാനം. ഇത് ഫുട്ബോൾ ആരാധകരെ സൗദിയിലേക്ക് ആകർഷിക്കുന്നതിന് സഹായിക്കുകയും ചെയ്യും. 2019 സെപ്റ്റംബറിലാണ് സൗദി അറേബ്യ ടൂറിസ്റ്റ് വിസ ആരംഭിച്ചത്. തൊട്ടു പിന്നാലെ കോവിഡ് വ്യാപനമുണ്ടായതോടെ വേണ്ട ഗുണം ചെയ്തിരുന്നില്ല. ഇപ്പോൾ വീണ്ടും വിനോദസഞ്ചാര മേഖലയിൽ നിന്നുള്ള നേട്ടം കൊയ്യാൻ ശ്രമിക്കുകയാണ് ഈ രാജ്യം. ഖത്തറിനേക്കാൾ ചുരുക്കിയ നിരക്കിൽ താമസ സൗകര്യം ഒരുക്കാനാണ് സൗദിയുടെ പ്ലാൻ. GCC രാജ്യങ്ങളിൽ നിന്ന് ഒരു ദിവസം 160 വിമാനങ്ങൾ ഖത്തറിലേക്ക് എത്തുന്ന രീതിയിലാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഫുട്ബോൾ ആരാധകർക്ക് GCCയിലെ ഏത് രാജ്യങ്ങളിൽ താമസിച്ചാലും മത്സരങ്ങൾ കാണുന്നതിന് എളുപ്പത്തിൽ എത്തുവാനും കഴിയും. ഫുട്ബോൾ ആരാധകർക്ക് 60 ദിവസം കാലാവധിയുള്ള മൾട്ടി എൻട്രി വിസ സൗദി അനുവദിക്കുകയും ചെയ്യുന്നു. ഈ വിസ ഒരു തവണ എടുത്താൽ 60 ദിവസത്തിനിടെ എത്ര തവണ വേണമെങ്കിലും സൗദിയിൽ നിന്ന് തിരിച്ചു പോകാം. ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗമായി ഖത്തർ നൽകുന്ന ഹയ്യ പാസ് ഉള്ളവർക്കായിരിക്കും സൗദി ഈ വിസ അനുവദിക്കുക. റിയാദിന് പുറമെ ഖത്തറുമായി ചേർന്ന് നിൽക്കുന്ന സൗദി നഗരങ്ങളിൽ നിന്ന് ദോഹയിലേക്കുള്ള റോഡുകൾ നവീകരിച്ചിട്ടുണ്ടെന്ന് സൗദി ടൂറിസം മന്ത്രി അഹമ്മദ് അൽ ഖത്തീബ് പറഞ്ഞു. റിയാദിലെ ഇൻവെസ്റ്റർ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോഡ് വഴിയുള്ള പാതയിൽ പെട്രോൾ പമ്പുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇന്റർനെറ്റ് സേവനവും വൈദ്യസഹായവും ഉറപ്പാക്കിയിട്ടുമുണ്ട്. ഖത്തറിന് കരാതിർത്തിയുള്ള ഏക രാജ്യം സൗദി അറേബ്യയാണ്. ബാക്കി അതിർത്തികളെല്ലാം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. സൗദി ഖത്തർ അതിർത്തിയിൽ സൗകര്യങ്ങൾ വിപുലീകരിച്ചിരിക്കുകയാണ്. ഇവിടെയുള്ള പാതയുടെ വീതി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. കരമാർഗവും ആകാശമാർഗവുമുള്ള ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തിയതിനാൽ ലോകകപ്പ് ഫുട്ബോൾ കാരണം ഖത്തറിന് ശേഷം ഏറ്റവും നേട്ടം കൊയ്യുന്ന രാജ്യം സൗദി ആകുമെന്നാണ് കരുതുന്നത്. യൂറോപ്പ്, ലാറ്റിൻ അമേരിക്ക, ഏഷ്യ എന്നിവിടങ്ങളിലുള്ള ടൂർ കമ്പനികളുമായി സൗദി ചർച്ച നടത്തിയിരുന്നു. സൗദി വഴി ഫുട്ബോൾ ആരാധകരെ എത്തിക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണിതെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനാൽ തന്നെ ഇത്തരത്തിൽ വിവിധ തരം പദ്ധതികളാണ് സൗദി അറേബ്യ ആരാധകർക്കായി ഒരുക്കിയിട്ടുള്ളത്. കൂടാതെ UAE ഉൾപ്പെടെയുള്ള മറ്റു രാഷ്ട്രങ്ങളും ഇത്തരം പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് രംഗത്തെത്തി കഴിഞ്ഞു. വിവിധ ടൂർ പാക്കേജുകളാണ് ഇതിനായി ഒരുക്കിയിട്ടുള്ളത്. അതിനാൽ തന്നെ ഗൾഫ് രാഷ്ട്രങ്ങളിൽ എവിടെ തങ്ങിക്കൊണ്ടും ഫുട്ബോൾ കാണുവാൻ അവസരം ഒരുക്കുകയാണ് ഭരണാധികാരികൾ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.